Hello friends, Maker എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ വൈശാഖ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ പോലെ ക്രാഫ്റ്റും ടോയ്സ് ഒന്നുമല്ല. നമ്മൾ ഇന്നൊരു ഹോം ഡെക്കറേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീടൊക്കെ എങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് അലങ്കരിക്കാം അതിനുള്ള ഒരു ഫോട്ടോ ഫ്രെയിം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ട് കളയുന്ന കാർഡ്ബോർഡോ അല്ലെങ്കിൽ ക്ലേ ഒക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു വർക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതെന്ന് കാണാം. അപ്പോൾ നമുക്ക് പോവാം. ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ വെട്ടിയെടുക്കുക. അതിന് 17 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയും. ഇതുപോലെ നമ്മൾ 10 എണ്ണം ഇതുപോലെ വെട്ടിയെടുക്കണം. അപ്പോൾ 10 പീസ് ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കുക. 17 സെന്റിമീറ്റർ നീളം 2 സെന്റിമീറ്റർ വീതിയും ആയിട്ട്. അപ്പോൾ നമ്മൾ മൊത്തം 10 കാർഡ്ബോർഡ് പീസുകൾ നമ്മൾ അതിനെ വെട്ടിയിട്ടുണ്ട്. അതിൽ 8 എണ്ണം നമ്മൾ ഇങ്ങനെ ഫ്രെയിം ആയിട്ട് വെക്കാനും, പിന്നെ 2 പീസ് നമ്മൾ ബാക്കിൽ ഒരു സ്റ്റാൻഡ് പോലെ അത് ഉറപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഇങ്ങനത്തെ ബ്ലാക്ക് കളർ പേപ്പർ ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഈ 10 കാർഡ്ബോർഡ് പീസിന് അതിനനുസരിച്ച് 7 സെന്റിമീറ്റർ നീളം വരുന്ന ബ്ലാക്ക് കളർ പേപ്പർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ഇങ്ങനെ വെച്ച് ഒട്ടിക്കാം. ഇതിൻ്റെ ഉൾഭാഗം ഗം വെച്ച് ഒട്ടിക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അറ്റമൊക്കെ നമുക്കൊന്ന് മടക്കി ഒട്ടിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പം ഇനി നമുക്കത് ഈ സൈഡ് എങ്ങനെ വെട്ടി ഒട്ടിക്കുക എന്നുള്ളത് കാണാം. ഇപ്പോൾ നമ്മളെല്ലാം ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ഫ്രെയിം പോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 8 പീസ് ഈ ഒരു ഫോമിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ നമ്മൾ ആ ബാക്കിയുള്ള 2 പീസ് ഇതിൻ്റെ ബാക്കിൽ വെച്ചാണ് ഒട്ടിക്കാൻ പോണത്. അപ്പോൾ നമ്മളുടെ ഫ്രെയിം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് എവിടെയെങ്കിലും തൂക്കണമെങ്കിൽ നമ്മൾ അതിനൊരു ഹുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാനൊരു പേപ്പർ പിന്നാണ് എടുക്കുന്നത്. ഇത് നേരെ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്ലേസിൽ നമ്മൾ ആ ഹുക്ക് ഇങ്ങനെ ഒട്ടിക്കണം. നമ്മളിപ്പോൾ ഒരു കൃഷ്ണൻ്റെ രൂപമാണ് ഇതിൽ ചെയ്യാൻ പോണത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ പെൻസിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഈ ക്ലേ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ തലയുടെയും ഉടലിൻ്റെ ഷേപ്പിലാക്കി നമ്മളൊക്കെ അത് ഒട്ടിക്കാം. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആഡ്രൈ ക്ലേ ആണ്. നിങ്ങൾക്ക് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമുക്കിപ്പോൾ ഈ ആഡ്രൈ ക്ലേ ഉപയോഗിച്ച് ഇതിൻ്റെ തലയും ശരീരവും ഒക്കെ വന്നിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ തല റെഡിയായി. ഇനി നമുക്കത് ഇതിൽ ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ കാലൊക്കെ റെഡിയായി. അപ്പോൾ നമ്മളിനി ഇതിലൊരു മുണ്ട് പോലെ ആക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ
ഈ മുണ്ടിൻ്റെ ആകൃതിയിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. മുണ്ടിൻ്റെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വെക്കണ സാധനമില്ലേ, അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇവിടെ ഒട്ടിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇനി കൃഷ്ണന് വേണ്ട ഓടക്കുഴൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വെറും പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ വല്ല പെന്നോ വല്ലതും വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റുക. നമുക്ക് ഈ ഓടക്കുഴയിൽ ഒട്ടിക്കാം. അപ്പം ഞാൻ ആ ഓടക്കുഴലിൻ്റെ ബാക്കിൽ ഗമ്മ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് മുഴുവൻ എല്ലാ ഡീറ്റെയിൽഡ് വർക്കും നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് മുഴുവൻ പെയിന്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. എന്നാൽ നല്ലൊരു ഫിനിഷിങ് ഇതിന് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടില്ലേ നമ്മുടെ ഹോം ഡെക്കറേറ്റ് എത്ര എളുപ്പമായിട്ടാണ് റെഡി ആയത്. നിങ്ങൾക്ക് ഇത് വന്നിട്ട് വീട്ടിൽ തന്നെ എന്തായാലും ട്രൈ ചെയ്യണം. കാരണം ഇത് വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഒരു സാധനങ്ങളുടെ ചിലവുമില്ല. അത്യാവശ്യം നമ്മളുടെ ഈ അട്ടപ്പെട്ടി കാർഡ്ബോർഡും പിന്നെ ക്ലേ ഉണ്ടെങ്കിൽ കുറച്ച് പെയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളത് വീട്ടിൽ എന്തായാലും പരീക്ഷിച്ച് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഇത് വല്ല ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവും. അവർക്കും നിങ്ങൾക്ക് വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ അത്രയും ഇത് കാണാനൊരു ഇതുള്ള പോലത്തെ ഒരു സാധനമാണിത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അലങ്കരിച്ച് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാം. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കൃഷ്ണന്റെ ഫോട്ടോ ഫ്രെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതെല്ലാം ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.